പാഠം 618. വേലിയിലെ പാമ്പ്. ചായ ചായ. ദേ, എനിക്കിന്ന് നേരത്തെ പോണേ. ഞാൻ ഇന്നലെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? സദാനന്ദ് സാറ് 10:30 എറണാകുളത്തിന് പോകും. അതിനു മുന്നേ ചെന്ന് ഇന്നത്തെയും നാളത്തെയും കേസിന്റെ ഫയൽ മുഴുവൻ വാങ്ങണം. ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ? പാറേ, ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോന്ന്? ദേ, ഞാൻ ചെന്ന് ഡ്രസ്സ് മാറുമ്പോഴേക്കെങ്കിലും ഈ പത്രവായന തീർത്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കഴിക്കാനുള്ളത് എടുത്തു തരാം. ഇല്ലെങ്കിൽ പിന്നെ തനിയെ എടുത്ത് കഴിക്കേണ്ടി വരും. എടുത്തു തരാൻ ഞാനില്ലാത്തിന്റെ പേരിൽ നീ കഴിക്കാതെ പോകണ്ട. നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നു. ഓ, ആ കഥയൊന്നും പറയാതിരിക്കാൻ നല്ലത്. അത്രയ്ക്ക് സ്വയം പര്യാപ്തതയുള്ള ആളായിരുന്നെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷത്തിനുള്ളിൽ തനി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണേണ്ടതല്ലായിരുന്നോ? ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യാൻ മോഹനേട്ടനെ കൊണ്ട് പറ്റില്ല. വില്ലേജ് ഓഫീസിൽ കരം തീർത്ത് രസീത് കൊടുക്കുന്നതും 100,000 സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതൊക്കെ നീയാണല്ലോ. ആഫീസ് കാര്യം വിട്. ഞാൻ പറഞ്ഞത് വീട്ടിലെ കാര്യമാ. വീട്ടിലെ കാര്യങ്ങൾ ആർക്കും ചെയ്യാന്നുള്ളതല്ലേ. അതുപോലെ അല്ല ഓഫീസ് കാര്യങ്ങൾ. അത് ചെയ്യാൻ വളരെയധികം സാമർഥ്യം വേണം. ഒരു വില്ലേജ് ഓഫീസറുടെ ജോലി ചെയ്യാൻ അതിന് മാത്രം സാമർഥ്യം വേണമെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കൊക്കെ എന്തുമാത്രം സാമർഥ്യം വേണ്ടി വരും. രാവിലെ വരെ തർക്കിച്ച് ജയിക്കാൻ നോക്കാതെ വേഗം പത്രം വായിച്ചു തീർക്കാൻ നോക്ക്. ഞാൻ ഡ്രസ്സ് മാറാൻ പോവാ. ഞാൻ റെഡി ആവുമ്പോഴേക്ക് എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നിച്ച് കഴിക്കാം. ആരോട് പറയാൻ? മോനേഷ് സാറേ, പത്രം വായിക്കാന്നോ? കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിലേക്കാ. ഒന്ന് ഇവിടെ വരെ വന്നിട്ട് പോവൂ. ഓ, എന്താ സാറേ? ഞാനിവിടെ ഇരിക്കുന്നത് അവിടെ നിന്നാ കാണാമല്ലോ. കാണാം. ഇതെന്താണ്? പത്രം. ഈ പത്രം എന്റെ കയ്യിലിരിക്കുന്നതും റോഡിൽ നിന്ന് കാണാമല്ലോ. കാണാം. അതായത് ഞാൻ ഈ പത്രവും പിടിച്ചോണ്ട് ഇവിടെ ഇരിക്കുന്നത് ഭാസ്കരൻ റോഡിൽ നിന്ന് കണ്ടു. അപ്പൊ പിന്നെ ഞാൻ പത്രം വായിക്കുകയാണോ എന്ന് ചോദിക്കേണ്ട കാര്യം എന്തായിരുന്നു? രാവിലെ ഇതും പിടിച്ച് ഇതിലേക്ക് നോക്കിയിരുന്ന് ഞാൻ സ്വപ്നം കാണുകയാണെന്ന് കരുതിയായിരുന്നു. അയ്യോ, അതല്ല സാർ. ആ ഫോൺ വന്നതുകൊണ്ട് ഞാൻ ബാക്കി പറയുന്നില്ല. മേലെ ഇമ്മാതിരി പ്രസക്തിയില്ലാത്ത ചോദ്യം ഇങ്ങോട്ട് വരരുത്. ഹലോ, അതെ, മോഹനേശ്വരനാണ്. നമസ്കാരം സാർ. സാറ് പറഞ്ഞ കാര്യം ഞാൻ ഇന്നലെ തഹസിൽദാരോട് സൂചിപ്പിച്ചിരുന്നു. അത് വലിയ പ്രശ്നമാവില്ലെന്നാണ് തഹസിൽദാർ പറയുന്നത്. സാറിന് സമയമുണ്ടെങ്കിൽ ഒന്ന് താലൂക്ക് ഓഫീസർ പോയാൽ കാര്യം പെട്ടെന്ന് നടക്കും. ഞാൻ തഹസിൽദാരോട് ഒന്നുകൂടെ പറഞ്ഞോളാം. ശരി സാർ. എന്താണ് ഈ വേഷത്തിലാണോ നീ കോടതിയിൽ പോകുന്നത്? ഈ വേഷത്തിന് എന്താ കുഴപ്പം? നീ സാധാരണ സാരി എടുത്താണല്ലോ പോകാറുള്ളത്. ഇന്നെന്താ പിന്നെ ഇങ്ങനെ? അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എന്ന് വെച്ചാ കാരണമില്ലാന്നും പറഞ്ഞൂടാ. ഇന്നലെ സദാനന്ദ് സാർ പറയുക, എന്നും വെളുത്ത സാരി എടുത്തോണ്ട് വരാതെ പലപ്പോഴും ചുരിദാറൊക്കെ ഇട്ടോണ്ട് വന്നൂടെ സത്യഭാമയെന്ന്. വിദ്യാലക്ഷ്മി എല്ലാ ദിവസവും ചുരിദാറിട്ടോണ്ടാ വരുന്നത്. അതും ഓരോ ദിവസം ഓരോ ഫാഷൻ. സദാനന്ദ് സാറിന് അതൊക്കെ വലിയ ഇഷ്ടമാ. എന്തായാലും സാറ് പറഞ്ഞല്ലേ, ഇന്നതോട് ചുരിദാറിട്ട് കളയാന്ന് ഞാൻ കരുതി. ഇതെന്ത് ചോദ്യം മോഹനട്ടാ? സദാനന്ദ് സാറിന്റെ മോഹനട്ട് ശരിക്കും അറിഞ്ഞൂടെ? എന്റെ അറിവിൽ ഈ സദാനന്ദ വക്കീൽ നിന്റെ സീനിയർ വക്കീലാണ്, അല്ലാതെ നിന്റെ അച്ഛനോ ഭർത്താവോ സഹോദരനൊന്നും അല്ല. അതുകൊണ്ട് നീ എന്ത് വസ്ത്രം ധരിക്കണമെന്ന് സദാനന്ദ വക്കീൽ തീരുമാനിക്കുന്നത് എന്തിനാണ്? തീരുമാനിച്ചെന്ന് ആരാണ് പറഞ്ഞത്? സദാനന്ദ സാർ ഒരു അഭിപ്രായം പറഞ്ഞു. കേട്ടപ്പോ അത് കൊള്ളാന്ന് എനിക്ക് തോന്നി. അത്രേ ഉള്ളൂ കാര്യം. പക്ഷേ അത് കൊള്ളില്ല എന്നാണ് എന്റെ അഭിപ്രായമെങ്കിലോ? അങ്ങനെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം മോഹനേട്ടനുണ്ട്.
കാരണം അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു തരുന്ന മൗലിക അവകാശമാണ്. ഞാൻ പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയെ പറ്റിയല്ല, ഈ വീട്ടിലെ ഭരണഘടനയെ പറ്റിയാ. ഈ വീട്ടിലെ ഭരണഘടന അനുസരിച്ച് ഞാനാണ് ഗൃഹനാഥൻ. അത് മാത്രമല്ല, ഭാര്യ ധരിക്കേണ്ട വസ്ത്രങ്ങളെ കുറിച്ച് ഭർത്താവിന് അഭിപ്രായം ഉണ്ടായിരിക്കും. അതനുസരിക്കാൻ ഭാര്യ ബാധ്യസ്ഥയുമാണ്. ഭർത്താവ് ധരിക്കേണ്ട വസ്ത്രങ്ങളെ പറ്റി ഭാര്യയ്ക്കും അഭിപ്രായങ്ങൾ കാണുമല്ലോ അല്ലേ? ജാംബോന്റെ കാലത്തെ ഫാഷനിലുള്ള ഷർട്ടും മുണ്ടും കൊടുത്ത് ഒരു കാലം കൂടെയും കുത്തിപ്പിടിച്ച് മോഹനായിട്ട് പോകുന്ന കാണുമ്പോ എനിക്കും ഒരുപാട് പ്രയാസം തോന്നാറുണ്ട്. പക്ഷേ ഞാൻ അതിനെപ്പറ്റി എന്തെങ്കിലും എതിരഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കാരണം മോഹനേട്ടന് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം മോഹനേട്ടനുണ്ട് എന്നുള്ളത് എനിക്കറിയാം. ഇത് സ്വാതന്ത്ര്യത്തിന്റെ മാത്രം പ്രശ്നമല്ല ഭാമേ, നീ ഒരു വക്കീലാണ്. അതായത് സമൂഹത്തിലെ ഉയർന്ന നിലയിലുള്ള ഒരു ജോലി ചെയ്യുന്ന ആൾ. അങ്ങനെ ഒരാൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ പോലെ ചുരിദാറിട്ട് നടക്കുന്നത് ശരിയല്ല. കോളേജിൽ പോകുന്ന കുട്ടികൾ മാത്രമാണ് ചുരിദാർ ഇടുന്നതെന്ന് മോഹനോട് ആരാണ് പറഞ്ഞത്? എന്തായാലും നീ ചുരിദാറിട്ട് കോടതിയിലോ വക്കീൽ ഓഫീസിലോ പോകാൻ പറ്റില്ല. വെറുതെ വാശി പിടിക്കേണ്ട മോഹനേട്ടാ, ഞാൻ ഇന്ന് ചുരിദാറിട്ടേ കോടതി പോകൂ. എനിക്കത് ഇഷ്ടമല്ല. മോഹനേട്ടനല്ലേ ചുരിദാർ ഇടുന്നത്, ഞാനല്ലേ? സാറേ, ഉത്തമന എന്തെങ്കിലും കൂടുതൽ പഠിപ്പിക്കാനുണ്ടെങ്കിൽ ഉത്തമനെ പോയി പഠിപ്പിക്കും. ഉത്തമനാകുമ്പോ പഞ്ചപുച്ച വടക്കി നിന്ന് കേട്ടോളൂ. എനിക്കതിന് സൗകര്യമില്ല. നമസ്കാരം സാർ. IS ബീറ്റിലെ ദാമോദര സാർ എന്നെ വിളിച്ചിരുന്നു. സാറ് ടൗണിൽ ഒരു 15 സെന്റ് സ്ഥലം അങ്ങ് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ആ സ്ഥലം ഒന്നൊന്ന് അളന്നു കൊടുക്കാൻ പറ്റുമെന്ന് ദാമോദര സാർ എന്നോട് ചോദിച്ചു. ഈ ദാമോദര സാർ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണല്ലോ. വളരെ കുറച്ചു പേരെ മാത്രമേ വിശ്വാസമുള്ളൂ. അതിലൊന്നാണ് മോഹനേഷ് സാറ്. ഉത്തമന് ചുരിദാറിനെ പറ്റി എന്താണ് അഭിപ്രായം? വിശ്വാസവും ചുരിദാറും തമ്മിൽ എന്ത് ബന്ധം സാറേ? വിശ്വാസവും ചുരിദാറും തമ്മിലല്ല, ചുരിദാറും സാരിയും തമ്മിലുള്ള പ്രശ്നമാണ് ഇവിടെ ഉള്ളത്. ഒരു മലയാള സ്ത്രീ സാരി ഉടുക്കുന്നതാണോ ചുരിദാർ ഇടുന്നതാണോ നല്ലത്? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും കൊള്ളാം സാറേ. അത് ശരിയായൊരു മറുപടി അല്ലല്ലോ. ഒന്നുകിൽ സാരി അല്ലെങ്കിൽ ചുരിദാർ. ഇതിലേതാ നല്ലതെന്ന് പറയൂ. ഒന്ന് സാരി, ചുരിദാർ, സാരി, ചുരിദാർ. കാര്യങ്ങളുടെ കിടപ്പൂശ എനിക്ക് ഏതാണ്ട് മനസ്സിലായി. വക്കീല് സാറും കൂടെ ഈ പറഞ്ഞ സാരിയുടെയും ചുരിദാറിന്റെ പേരിൽ എന്തോ വലിയൊരു തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തമ്മിലുള്ള തർക്കത്തിനിടയിൽ ഞാൻ എന്തോ അഭിപ്രായം പറയാം സാറേ. എത്രയോ കാലമായി ഭാമ സാരി ഉടുത്താണ് കോടതിയിൽ പോകാറുള്ളത്. അല്ലെങ്കിൽ തന്നെ ഒരു മലയാളി സ്ത്രീ അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. സാരി ഉടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഐശ്വര്യം ഉത്തമൻ ശ്രദ്ധിച്ചിട്ടില്ലേ? അയ്യോ, ഞാനങ്ങനെ സ്ത്രീകളെ അധികം ശ്രദ്ധിക്കാറില്ല സാറേ. കാലം വല്ലാത്ത കാലമാണ്. നല്ലൊരു സാരിയോ ചുരിദാറോ കണ്ട് നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ പോലും കേസാവുന്ന കാലമല്ലേ. വെറുതെ പുലിവാല് പിടിക്കുന്ന എന്തിനാണ്? എല്ലാ ദിവസവും സാരി ഉടുത്ത് ആഫീസിലും കോടതിയിലും പോയിക്കൊണ്ടിരുന്ന ഭാമ ഇന്ന് പെട്ടെന്ന് ചുരിദാറിട്ട് പോകാൻ പോകുന്നു. അതിന്റെ ആവശ്യം എന്താണ്? അയ്യോ, അല്ല, അതിന്റെ ആവശ്യം എന്താണെന്ന് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വക്കീലിന്റെ അടുത്ത് തന്നെ സാർ ചോദിക്കണം. ചോദിച്ചല്ലോ. ഞാൻ കരുതിയത് ചുരിദാറാണ് സൗകര്യം മോഹനേട്ടാ, സാരി ഉടുക്കൽ മെനക്കേടാണ് എന്നൊക്കെ ഒരു ന്യായം പറയുമെന്നാണ്. പിന്നെ പക്ഷെ അവള് പറഞ്ഞെന്താണ്? എന്ത്? സദാനന്ദം വക്കീൽ പറഞ്ഞത്രേ ഭാമ ചുരിദാറിടുന്നതാണ് നല്ലത് എന്ന്. എന്റെ ഭാര്യ എന്ത് വസ്ത്രം ധരിക്കണമെന്ന് സദാനന്ദം വക്കീൽ തീരുമാനിക്കേണ്ട കാര്യം എന്താണ്? ഇപ്പൊ സാറിന് ശരിയായ പ്രശ്നം എന്താണ്? വക്കീല് ചുരിദാർ ഇടുന്നതോ സദാനന്ദ വക്കീല് ചുരിദാർ ഇടാൻ പറഞ്ഞതോ? രണ്ടും. ഉത്തമന്റെ ഭാര്യയോട് ഇന്ന വേഷം ധരിക്കണമെന്ന് ഞാൻ പറഞ്ഞ ഉത്തമൻ ഇഷ്ടപ്പെടുവോ? എന്റെ ഭാര്യയോ? ഞാൻ അതിന് കല്യാണം കഴിച്ചിട്ടില്ല സാറേ. ഈ ടെൻഷന്റെ ഇടയിൽ സാർ അതും അങ്ങ് മറന്നു അല്ലേ? ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ സാറേ. ഈ വിഷയത്തിൽ നമ്മൾ രണ്ടുപേരും കൂടെ എത്ര സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ചുരിദാർ ഇടുന്നത് വക്കീലാണ്. വക്കീലിന്റെ വേഷത്തെ പറ്റി സദാനന്ദ വക്കീല് അഭിപ്രായം പറഞ്ഞത് തെറ്റാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഈ പ്രശ്നത്തിൽ നിന്നെ ഒന്ന് ഒഴിവാക്കണം. ദാമോദര സാറിന്റെ ഭൂമി ഇളക്കാൻ ഞാൻ വരണോ വേണ്ടയോ? സാറിന് പറ്റുമെങ്കിൽ വന്നാൽ മതി. മോഹനേഷ് സാറ് സാരി ചുരിദാർ പോലുള്ള ഒരു വലിയ ആഗോള പ്രശ്നത്തിൽപ്പെട്ട് തിരക്കായതുകൊണ്ട് സ്ഥലം അളക്കുന്നതിന് വരാൻ സൗകര്യപ്പെടില്ല എന്ന് മോഹനേഷ് സാറ് പറഞ്ഞതായിട്ട് ഞാൻ ദാമോദരൻ സാറിന്റെ അടുത്ത് പറഞ്ഞോളാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുന്നു. ഇനി ഞാൻ വിളിക്കാൻ വരൂല. സാറിന് പറ്റുമെങ്കിൽ വന്നാൽ മതി.
ഉച്ചയോടെ എടുത്ത് വെച്ചിട്ടുണ്ടേ. ഷർട്ട് മുടി ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട്. കഴിക്കാനുള്ളത് ഊണുമേശ ഇരിപ്പുണ്ട്. എന്റെ ജോലികളെല്ലാം ഞാൻ തീർത്തു. ഞാൻ ഇറങ്ങാൻ പോവാ. നിന്റെ ജോലി കഴിയുന്ന ആര് പറഞ്ഞു? ഈ ചുരിദാർ മാറ്റി ഒരു സാരി ഉടുത്തിട്ട് പോയാ മതി. മോഹനേട്ടൻ ഇത് എന്താണ്? എന്റെ നോട്ടത്തിൽ ഈ ചുരിദാറിന് ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഇത് ഇട്ടുകൊണ്ടേ ഞാൻ പോകുന്നുള്ളൂ. ഞാനത് സമ്മതിക്കില്ല. ഈ കാര്യത്തിൽ എനിക്ക് മോഹനേട്ടന്റെ സമ്മതം ആവശ്യമില്ല. ഭാമേ, സദാനന്ദ വക്കീൽ നിന്റെ മേലുദ്യോഗസ്ഥനാണ്. മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥരുടെ വസ്ത്രങ്ങളെ പറ്റി അഭിപ്രായം പറയുന്നത് എന്തിനാണ്? നീ നിന്റെ ജോലി ശരിയായി ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കേണ്ട സദാനന്ദ വക്കീൽ, നീ സാരി ഉടുക്കുന്നതിനേക്കാൾ നല്ലത് ചുരിദാർ ഇടുമ്പോഴാണ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ അയാൾ ശരിയല്ലെന്ന്. അത് ശരി. അപ്പൊ കാര്യങ്ങൾ ആ വഴിക്കാണല്ലേ? ദേ മോഹനേട്ടാ, നാട്ടുകാരെല്ലാരും ബഹുമാനിക്കുന്ന ഒരു വക്കീലാണ് സദാനന്ദ സാർ. സാറിനെ പറ്റി ഇമാതിരി അനാവശ്യം പറയരുത്. നാട്ടുകാർ ബഹുമാനിക്കുമല്ലോ. കാരണം കാഴ്ചയിലും പെരുമാറ്റത്തിലും മാന്യൻ, ബുദ്ധിമാൻ. പക്ഷെ കയ്യിലിരിപ്പോഴല്ലേ പിടികിട്ടിയത്? സ്വന്തം ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയോട് സാരിക്ക് പകരം ചുരിദാറിടണമെന്ന് പറയുന്നയാൾ എങ്ങനെ മാന്യനാവും? മാന്യനെന്നല്ല, പകൽ മാന്യൻ എന്നാ പറയേണ്ടത്. നീ വലിയ നിയമം പിടിച്ച വക്കീലല്ലേ? ജോലി സ്ഥലത്ത് സഹപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞ് നീ സദാനന്ദ വക്കീലിനെതിരെ ഒരു കേസ് കൊടുത്താൽ വക്കീൽ അകത്തു പോവും. ജോലി സ്ഥലത്ത് സ്ത്രീ പീഡനം. ജോലി സ്ഥലത്ത് മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥയെ പീഡിപ്പിച്ചാൽ പരാതിപ്പെടേണ്ടത് കീഴുദ്യോഗസ്ഥയാണ്, ഉദ്യോഗസ്ഥന്റെ ഭർത്താവല്ല. സാരി വേണ്ട, ചുരിദാർ മതി എന്ന് മേലുദ്യോഗസ്ഥൻ പറയുന്ന ഒരു സ്ത്രീ പീഡനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇന്ന് ചുരിദാർ പറയും, നാളെ പറയും സത്യഭാമേ നീ സുന്ദരിയാണ്, പിന്നെ പറയും ഇന്ന് എനിക്ക് വലിയ ഇഷ്ടമാണെന്ന്. അങ്ങനെയാണ് പെണ്ണുപിടിയന്മാർ സ്ത്രീകളെ പറ്റിക്കുന്നത്. മോഹനേട്ടനെ നല്ല പ്രാന്താണ്. ഇപ്പൊ തന്നെ ഒരു ഡോക്ടറെ കണ്ടുണ്ടെങ്കിൽ ഇത് ചികിത്സിച്ച് ഭേദമാക്കാം. അല്ലെങ്കിൽ നാട്ടുകാർ ഓടിച്ചിട്ട് പിടിച്ച് കെട്ടിയിട്ട് തല്ലുന്നൊരവസ്ഥ ഉണ്ടാവും. സൂക്ഷിച്ചോ. സ്വയംപ്രഭ ഒരിക്കലും ഇങ്ങനെ താമസിക്കുന്നതല്ലല്ലോ ശിശുപാലൻ ചേട്ടാ. ഇന്ന് എന്ത് പറ്റി? മണി 10 സാധാരണ 9:55 മുമ്പ് എത്തുന്നതാ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായി കാണും. അല്ലെങ്കിൽ തന്നെ ഒരു സർക്കാർ ഓഫീസിൽ 10 മണിക്ക് മുമ്പ് ആള് വരുന്നത് കേരളത്തിൽ എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ? ഇവിടെ നടക്കുമല്ലോ. കഴിഞ്ഞ 1 വർഷമായി നമ്മളൊക്കെ കൃത്യം 9:55 ഓഫീസിലെത്തുകയല്ലേ. പ്രഹ്ലാദൻ ചേട്ടൻ അതും പറഞ്ഞ് എന്നും എന്നെ കളിയാക്കും. പ്രഹ്ലാദൻ ചേട്ടൻ രാവിലെ 10:30 വീട്ടിൽ നിന്ന് ഇറങ്ങും. 11 മണിക്ക് ഓഫീസിലെത്തും, ഒപ്പിടും. എല്ലാരും കൂടെ കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കും. ഇടയ്ക്കൊരു ചായ കുടിക്കും. പിന്നെ അത്യാവശ്യമായി നോക്കാനുള്ള ഫയലുകളൊക്കെ നോക്കുമ്പോഴേക്കും മണി 1. പിന്നെ ഊണ് കഴിക്കും. മിക്കവാറും പേരൊന്നും മയങ്ങും. എന്തൊക്കെ സംഭവിച്ചാലും 4:15 ഓഫീസിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യും. അത് പ്രഹ്ലാദൻ സാറിന്റെ ഓഫീസിൽ മാത്രമല്ല, കേരളത്തിലെ സകലമാന സർക്കാർ ഓഫീസുകളുടെയും പതിവ് അതാ. പക്ഷേ ആ നിയമമൊന്നും ഈ ഓഫീസിൽ നടക്കില്ലല്ലോ. ഇതൊരു പ്രത്യേക ഓഫീസല്ലേ. ഈശ്വര, ഒന്നുകിൽ എനിക്കൊരു സ്ഥലം മാറ്റം, അല്ലെങ്കിൽ മോഹനേശ്വർ സാറിന് ഒരു പ്രൊമോഷൻ. ഇതിലേതെങ്കിലും ഒന്ന് ശരിയാവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് നാളെത്രയായി. മോഹനേശ്വർ സാറിനെ പോലുള്ള മേലുദ്യോഗസ്ഥന്റെ കൂടെ ജോലി ചെയ്യുന്നതിൽ നല്ലത് പറമ്പ് കളയ്ക്കാൻ പോകുന്നതാ. എങ്കിൽ പിന്നെ കാഞ്ചനയ്ക്ക് ആ വഴിക്ക് ശ്രമിക്കരുതോ? നമസ്കാരം സാർ. എന്താ ആലോചിക്കുന്നത്? കിളയ്ക്കാൻ പറമ്പില്ലാത്തതുകൊണ്ടാണെങ്കിൽ സംശയിക്കണ്ട. ഞാൻ താമസിക്കുന്ന വീടിന് ചുറ്റും ഒരു ഗംഭീര പറമ്പുണ്ട്. സാർ, ഞാൻ വെറുതെ തമാശക്ക്. ഇങ്ങനെയാണോ തമാശ പറയുന്നത്? നിങ്ങളുടെ ശബ്ദത്തിലെ വൈരാഗ്യം കണ്ടാൽ ഞാൻ നിങ്ങളെ കൊണ്ട് അനധികൃതമായി ജോലി വെക്കുന്നു തോന്നുമല്ലോ. സർക്കാർ ചട്ടം അനുസരിച്ച് നിങ്ങൾ ജോലിക്ക് വരേണ്ട സമയത്ത് വരണമെന്നും തിരികെ പോകേണ്ട നേരത്ത് മാത്രമേ തിരികെ പോകാവൂ എന്നും മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനിടയിലുള്ള സമയം നിങ്ങൾ ജോലി ചെയ്യണമെന്നും അഴിമതി നടത്തരുതെന്നും മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതിനാണോ കാഞ്ചന സ്ഥലം മാറ്റം വാങ്ങി പോകുന്നത്? സാറ് ക്ഷമിക്കണം. കാഞ്ചന സാറ് വെറുതെ ഓരോന്ന് പറഞ്ഞു വന്നപ്പോ പറഞ്ഞു പോയതാ. സ്വയംപ്രഭ എവിടെ? സ്വയംപ്രഭ എവിടെയാണ്? വന്നില്ല സാർ. വന്നില്ലേ? ഇപ്പൊ സമയം 10:02. 10 മണിക്കാണ് ഓഫീസിൽ എത്തേണ്ട കാര്യം സ്വയംപ്രഭയ്ക്ക് അറിയില്ലേ?
എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായി കാണും സർ. സ്വയംപ്രഭ വരുമ്പോ എന്നെ കണ്ടിട്ട് ജോലി കയറിയാൽ മതി എന്ന് പറയണം. ഓ, ഇത് ഒരു സർക്കാർ ഓഫീസാണ്. ഇവിടെ സർക്കാരിന്റെ ചട്ടങ്ങൾ മാത്രമേ നടക്കൂ. നിങ്ങളുടെ ഇഷ്ടങ്ങൾ നടക്കുന്ന പ്രശ്നമില്ല. സാർ നമസ്കാരം സാർ. ഇതെന്താ പ്രൊഫസറെ ഈ വേഷത്തിൽ? എനിക്ക് സാരി ഉടുക്കുന്ന ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ല. പക്ഷെ മോഹനേഷ് സാർ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ സ്ത്രീകളുടെ ഐശ്വര്യ സാരിയിലാണെന്ന്. കഴിഞ്ഞ ആഴ്ച സാറ് പറഞ്ഞു നമ്മൾ മലയാളികളാണ്, മലയാളികൾക്ക് പറ്റുന്ന വേഷം ധരിക്കണമെന്ന്. കാഞ്ഞന സാറിനെ പോലെ സാരി ഉടുത്തോണ്ട് വരണമെന്ന്. മേലുദ്യോഗസ്ഥൻ അങ്ങനെ ഒരു കാര്യം പറയുമ്പോ കേട്ടില്ല നടിക്കാൻ പറ്റുമോ? എങ്ങനെയുണ്ട് സാറേ, നന്നായിട്ടുണ്ടോ? രാവിലെ ഇത് ഉടുക്കാൻ താമസിച്ചുണ്ടോ സാറേ? 3 മിനിറ്റ് താമസിച്ചത്. എന്റെ കഷ്ടപ്പാട് കണ്ടപ്പോ അമ്മ ചോദിക്ക എന്തിനാ ഇത്ര പാട് വിട്ട് സാരി ഉടുക്കണേന്ന്. ഞാൻ പറഞ്ഞു ഞാൻ സാരി ഉടുത്ത് കാണുന്നതാ മോനേഷ് സാറിന് ഇഷ്ടമെന്ന്. അപ്പൊ വീട്ടിലെ എല്ലാവരും കൂടെ ഭയങ്കര ചിരിയായിരുന്നു. ഞാൻ വരുന്ന വഴി പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിൽ വെച്ച് വക്കീലിനെ കണ്ടായിരുന്നു. സാറിന്റെ ഭാര്യ. വക്കീല് ചോദിച്ചു സ്വയംപ്രഭ സാരിയെ കൊടുക്കുമെന്ന്. വക്കീൽ ആദ്യമായിട്ടാ ഈ വേഷത്തിൽ എന്നെ കാണുന്നത്. സ്വയംപ്രഭ എന്ത് പറഞ്ഞു? ഞാനുള്ള കാര്യം അങ്ങ് പറഞ്ഞു. മോഹനേഷ് സാർ എന്നും പറയും സാരി ഉടുക്കണം സാരി ഉടുക്കണോന്ന്. അതുകൊണ്ട് ഇനി സാരി ഉടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ വക്കീല് പറയാ സാർ അത് പറയുമെന്ന് വക്കീലിന് അറിയാന്ന്. നാളെ മുതൽ ഞാൻ സാരി മാത്രമേ എടുക്കൂ. സാറിന്റെ സന്തോഷാണല്ലോ ഞങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം. മേലിൽ സാരി കൊടുത്ത് ഈ ആഫീസിൽ വന്ന സ്വയംപ്രഭ വിവരാണ്. നിങ്ങളൊക്കെ വില്ലേജ് ഓഫീസിൽ വരുന്നത് ജോലി ചെയ്യാനോ അതോ ഫാഷൻ പണി നടത്താനോ? ശിശുമാരൻ ചേട്ടാ, ഇയാൾക്ക് എന്ത് തലയ്ക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ? ഇന്നലെ വരെ പറഞ്ഞു സാരിയാണ് അന്തസ്സുള്ള വേഷമെന്ന്. ഇപ്പൊ പറയുന്ന ചുരിദാർ ഇട്ടാ മതിയെന്ന്. എന്തായാലും 3 മിനിറ്റ് വൈകി വന്ന് ആ കണക്കിനങ്ങ് പോയല്ലോ. സാറ് പറഞ്ഞാലും കാര്യമുണ്ട്. സത്യം പറഞ്ഞ സ്വയംപ്രഭയ്ക്ക് സാരി ഒട്ടും ചേരുന്നില്ല. പൊക്കെ ഉള്ളവർക്ക് സാരി ചേരും. കാഞ്ഞന സാറിന്റെ അസുഖം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഓ ഈശ്വര, കീഴുദ്യോഗസ്ഥൻ ജോലി ശരിയായി ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കേണ്ട മേലുദ്യോഗസ്ഥൻ അവൾ സാരി ഉടുത്ത് വരുന്നതാണ് നല്ലത് എന്ന് പറയുമ്പോൾ ആ മേലുദ്യോഗസ്ഥന്റെ കയ്യിലിരിപ്പ് എന്തായിരിക്കും? നാട്ടുകാരെ ബഹുമാനിക്കുന്ന മാന്യനാണ്, കണ്ടാൽ സുന്ദരൻ, ബുദ്ധിമാൻ. പക്ഷേ സ്വന്തം ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയോട് ചുരിദാറിന് പകരം സാരി ഉടുക്കണമെന്ന് പറയുന്നയാള് മാന്യനല്ല, പകൽ മാന്യനാണ്. മേലുദ്യോഗസ്ഥൻ സാരി ഉടുക്കാൻ പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞ് വില്ലേജ് ഓഫീസിലെ LD ക്ലാർക്ക് സ്വയംപ്രഭ ഒരു കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാന്തല്ലൂർ വില്ലേജ് ഓഫീസർ K മോഹനകൃഷ്ണൻ അകത്തു പോയനെ. ജോലി സ്ഥലത്തെ സ്ത്രീ പീഡനം. ഇന്ന് സാരി ഉടുത്താൻ നല്ലതാണെന്ന് പറഞ്ഞു. നാളെ പറയും സ്വയംപ്രഭേ നീ സുന്ദരിയാണ് എന്ന്. പിന്നെ പറയും എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന്. അങ്ങനെയാണ് പെണ്ണുടിയന്മാര് സ്ത്രീകളെ പറ്റിക്കുന്നത്. മോഹനേട്ടനോ? ഇതെപ്പോൾ വന്നു? സാധാരണ സാർ എന്നോട് സാരി ഉടുക്കുന്നതിനേക്കാട്ടിൽ നല്ല ചുരിദാർ ഇടുന്നതാണ് എന്ന് പറഞ്ഞതിന് അത്രയും പുകലുണ്ടാക്കിയ മോഹനേട്ടൻ എന്താണ് ചെയ്തത്? സ്വയംപ്രഭ സാരി ഉടുക്കുന്നതാണ് നല്ലത് എന്ന്.
ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. വസ്ത്രധാരണത്തെ പറ്റി ഒരു ചർച്ച വന്നപ്പോ നിന്നോട് പറയുന്ന പോലെ സ്വയംപ്രഭയോടും പറഞ്ഞു. മലയാളി പെണ്ണുങ്ങൾ സാരി ഉടുക്കുന്നതാണ് നല്ലതെന്ന്. അത്രേ ഉള്ളൂ. ശരി, സമ്മതിച്ചു. സദാനന്ദ സാറും ഇത്രയല്ലേ മോഹനേട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ദൈവം ഉണ്ടെന്നും അന്യായം കണ്ടാൽ ആ നിമിഷം തന്നെ ഇടപെട്ട് കളയുമെന്നും എനിക്ക് ഇന്നാണ് പൂർണ്ണമായിട്ടും ബോധ്യമായത്. അല്ലെങ്കിൽ സാരിയും വാരിച്ചിട്ട് സ്വയംപ്രഭ ഇന്ന് എന്റെ മുന്നിൽ വന്ന് പെടുമായിരുന്നു. ശരി, അപ്പൊ ഇനി ബാക്കി കാര്യത്തിലേക്ക് കിടക്കാം. നാളെ മുതൽ ഞാൻ സാരി ഉടുക്കണോ ചുരിദാർ ഇടണോ? എന്ത് വസ്ത്രം ധരിക്കണതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ചിലർക്ക് സാരി ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ചുരിദാറും. പക്ഷെ നീ സാരി ഉടുക്കുന്ന നല്ലത്. സ്വന്തം ഭാര്യയുടെ അടുത്ത് തർക്കം ജയിക്കാനായി നിരത്തുന്ന വാദങ്ങൾ ഇങ്ങനെ തിരിച്ചടിക്കുമെന്ന് വില്ലേജ് ഓഫീസർ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. വസ്ത്രധാരണം എന്നത് വ്യക്തിപരമായ ഒരു കാര്യമാണെന്ന് സമ്മതിക്കാൻ മടിക്കുന്ന മഹാന്മാർ ഇതൊക്കെ കണ്ടുപഠിച്ചിരുന്നെങ്കിലെന്ന് ആശിച്ച് ഇന്നത്തേക്ക് വിടാം.